ഫൈസൽ മൗലവി എവിടെ പോയി? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയിലുള്ള ആലങ്കാരികമായ വ്യാഖ്യാനം രണ്ടാം ഖുർആൻ പരിഭാഷയിൽ വെറും കണങ്കാലായി ചുരുക്കാൻ നിങ്ങൾക്ക് ഏത് ഓഫീസിലാണ് ജിബ്രീൽ വന്നത്? ഒന്നും മാറ്റിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആനിൽ ഒരായത്തുണ്ട്, യൗമ യുക്ശഫു അൻ സാഖ്. പാരത്രിക ലോകത്തെ ഭയാനതകളെ ആലങ്കാരികമായി പ്രയോഗിച്ച ആയത്താണ്. ആ ആയത്തിന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഇതേ ഫൈസൽ മൗലവിയുടെ പണ്ഡിത സഭാ സെക്രട്ടറിയാണ് പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനി. അയാൾ എന്താണ് അർത്ഥം കൊടുക്കുന്നത്? അയാൾ കൊടുക്കുന്നത് യുദ്ധത്തിൽ പരാജയം ഉറപ്പുവരുന്ന സന്ദർഭത്തിൽ കണങ്കാലിൽ നിന്ന് വസ്ത്രം കയറ്റിപ്പിടിച്ച് ഓടുക സ്വാഭാവികമാണല്ലോ. ഭയം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഭയം കൊടുമ്പിരിക്കൊള്ളുക എന്ന അർത്ഥത്തിൽ കണങ്കാൽ വെളിവാക്കപ്പെടുക എന്നൊരു ശൈലി അറബിയിൽ നിലവിൽ വന്നത്. അപ്പൊ യൗമ യുക്ശഫു അൻ സാഖ് എന്ന ആയത്തിന് കണങ്കാല് നല്ല കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് തന്റെ ഖുർആൻ പരിഭാഷയിൽ അർത്ഥം വെക്കുന്നത്. പിന്നെയോ അത് യുദ്ധത്തിലൊക്കെ പേടിക്കുമ്പോ എന്ത് ചെയ്യും? മടക്കുത്തി മണ്ടാന്ന് നമ്മള് നിലമ്പൂർക്കാര് പറയലില്ലേ? എന്നതുപോലെ കണങ്കാല് കാട്ടിയിട്ട് ഓടുക, അതൊരു പേടിയുടെ ആലങ്കാരിക പ്രയോഗമാണ്. അപ്പൊ പരലോകത്തെ ഭയാനകതകളെ ആലങ്കാരികമായി ഇവിടെ പരിചയപ്പെടുത്തിയതാണ് എന്ന് ആയത്തിന് വ്യാഖ്യാനിക്കുകയാണ്. പക്ഷേ ഇപ്പം മുജാഹിദുകൾ അൽമനാറിൽ പുതിയത് കണ്ടുപിടിച്ചു. എന്താണ്? 2005 അൽമനാറിൽ കണങ്കാലുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധാണ് എന്ന് വഹാബികൾക്ക് പുതിയ വിശ്വാസം കിട്ടി. ഹുസൈൻ സലഫി പുത്തമ്പാത് അറിയണ്ടേ? അങ്ങനെ അൽമനാറിൽ വഹാബികൾ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? അള്ളാഹുവിന് കണങ്കാൽ ഉണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു പറയുന്നു യൗമ യുക്ശഫു അൻ സാഖ്, അള്ളാഹുവിന് കണങ്കാലുണ്ട്. കണങ്കാല് വെളിവാക്കപ്പെടുമ്പോൾ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? അത് കണങ്കാൽ തന്നെയാണ്. എപ്പോ? 2005. അതിന്റെ മുമ്പ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് പരിഭാഷ ഇറക്കിയപ്പോ എന്താ പറഞ്ഞത്? അത് പേടിയെ പറ്റിയും ഭയത്തെ പറ്റിയൊക്കെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ്. അതിന്റെ താഴെ ടിപ്പണി കൊടുത്ത് അടിക്കുറിപ്പ് കൊടുത്ത് അതിന്റെ കാരണങ്ങളും വിശദീകരിക്കുകയാണ്. പക്ഷേ ഇപ്പോ രണ്ടാമത് അത് പരിഭാഷ ഇറക്കി. അതാ രസോ. അപ്പൊ അൽമനാറിൽ മാത്രമല്ല ഹുസൈൻ സലഫി പുത്തംവാദമുള്ളത്. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ ഖുർആൻ പരിഭാഷ രണ്ടാമത് ഇറക്കിയപ്പോ ആ ടിപ്പണിയിൽ നിന്ന് കണങ്കാല് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിലെ ഭയപ്പാടും ആലങ്കാരികതയില്ല. ഫൈസൽ മൗലവി എവിടെ പോയി? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയിലുള്ള ആലങ്കാരികമായ വ്യാഖ്യാനം രണ്ടാം ഖുർആൻ പരിഭാഷയിൽ വെറും കണങ്കാലായി ചുരുക്കാൻ നിങ്ങൾക്ക് ഏത് ഓഫീസിലാണ് ജിബ്രീൽ വന്നത്? ഏത് വഹിയിലൂടെയാണ് നിങ്ങൾ അത് വ്യാഖ്യാനിച്ചത്? നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ? അതേ ഖുർആൻ പരിഭാഷ രണ്ടാമത് പ്രസിദ്ധീകരിച്ചപ്പോ എന്താ പറയുന്നത്? ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇപ്രകാരം കാണാം: അന്ത്യദിനത്തിൽ അള്ളാഹു തന്റെ കണങ്കാൽ വെളിപ്പെടുത്തും. അപ്പോൾ സത്യവിശ്വാസികൾ അവന് സുജൂദ് ചെയ്യും. എന്നാൽ ഇഹലോകത്ത് ജനങ്ങളെ കാണിക്കാൻ സുജൂദ് ചെയ്തിരുന്നവർക്ക് അപ്പോൾ സുജൂദ് ചെയ്യാൻ സാധ്യമാവുകയില്ല. അള്ളാഹുവിന്റെ കണങ്കാൽ എന്ന വിവരണത്തിന് സ്വന്തം നിലയിൽ വ്യാഖ്യാനം നൽകാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ പഴയ ഖുർആൻ പരിഭാഷയിലെ ആലങ്കാരികമായി വ്യാഖ്യാനം എഴുതി അത് പ്രസിദ്ധീകരിച്ച് കുറെ പൊണ്ണന്മാരായ വഹാബികളെ കൊണ്ട് പണം കൊടുത്ത് അത് വാങ്ങി കച്ചവടം ചെയ്ത് ആ കുഫ്രിയത്തും വിശ്വസിച്ച് കുറെ എണ്ണത്തിനെ പള്ളിത്തൊടുക്കും മുങ്കർ നക്കീറിന്റെ മുന്നിക്കും പറഞ്ഞയച്ചിട്ട് വഹാബികളെ ഭാഷയിലും തൗഹീദിലും ഇപ്പൊ രണ്ടാമത് വഹാബികൾ ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ട് അന്നത്തെ ആലങ്കാരിക വ്യാഖ്യാനം വെട്ടിയിട്ട് പുതിയ വ്യാഖ്യാനത്തിൽ കണങ്കാലുണ്ട് എന്ന് അതിന്റെ അർത്ഥം. അല്ലാത്ത അർത്ഥം പറയാൻ പാടില്ല എന്ന് പിന്നെ പറയാൻ ഒരു മാറ്റം 2012 അടുക്ക് വന്നിട്ടില്ലേ വഹാബികളെ?